ചോദ്യം നമ്പർ 91 ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സാറേ, സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയെ അന്താരാഷ്ട്ര ടൂറിസം ഡെസ്റ്റിനേഷനുകളുമായി കിടപിടിക്കുന്ന തരത്തിലേക്ക് ഉയർത്താൻ നൂതന പദ്ധതികൾ സാധ്യമാകുന്ന നിലയിൽ പരമാവധി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ടൂറിസം വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രധാന പദ്ധതികളുടെ വിവരങ്ങൾ ഇവിടെ ചേർക്കുന്നു. ഹെലി ടൂറിസം സാറേ വിശദീകരിക്കുന്നില്ല. ക്രൂയിസ് ടൂറിസം, സീപ്ലെയിൻ പദ്ധതി, ഡിസൈൻ പോളിസി, ടൂറിസം നിക്ഷേപക സംഗമം, സിനി ടൂറിസം, കാരവൻ ടൂറിസം, ഡെസ്റ്റിനേഷൻ ചാലഞ്ച്, മാസ്റ്റർ പ്ലാൻ, ഡിസൈൻ പോളിസി, സ്റ്റാർട്ടപ്പ് മിഷൻ ജോയിൻറ്റ് പ്രോഗ്രാം, ക്യാരിയിങ് കപ്പാസിറ്റി പഠനം, ഉത്തരവാദിത്ത ടൂറിസം, മലബാർ ലിറ്റററി സർക്യൂട്ട്, ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട്, നൈറ്റ് ലൈഫ് ടൂറിസം, നൂതന നഗര ഇടങ്ങൾ സൗന്ദര്യവൽക്കരണം. ബി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാ സമയം കുറക്കുന്നതിനും ഭൂപ്രകൃതി ആസ്വദിക്കുന്നതിനും സഞ്ചാരികളെ പ്രാപ്തരാക്കുന്നതിനുമായി ഹെലി ടൂറിസം നടപ്പിലാക്കുന്ന മുന്നോടിയായി ഹെലി ടൂറിസം നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മനോഹാരിത പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ആസ്വദിക്കുന്നതിന് വഴിയൊരുക്കുന്നതോടൊപ്പം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനും സഞ്ചാരികളെ പ്രാപ്തരാക്കുന്നതിനുമാണ് ഹെലി ടൂറിസം ആവിഷ്കരിച്ചത്. അത് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല സാർ. അത് ട്രിപ്പുകൾ തിരഞ്ഞെടുക്കുവാനും ബുക്ക് ചെയ്യുവാനും ഉതകുന്ന തരത്തിലൊരു മൈക്രോ സൈറ്റ് ഒരുക്കിയിട്ടുണ്ട്. സി, വിനോദസഞ്ചാര വകുപ്പിന് പുറമെ റവന്യൂ, ഗതാഗതം, പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം, ആഭ്യന്തരം, പോലീസ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ സാധ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡി, ഹെലി ടൂറിസം പ്രോത്സാഹനത്തിനായി ഒരു ഫെസിലിറ്റേറ്ററായി സർക്കാർ പ്രവർത്തിക്കുകയാണ്. നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഹെലികോപ്റ്റർ യാത്രക്കാരുടെ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നത് ഹെലികോപ്റ്റർ സേവനദാതാക്കൾക്കുള്ള നിബന്ധനകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, ഈ നൂതനമായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം വികസനത്തിന് വളരെയേറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൽ തന്നെ ആ മാറ്റം ദൃശ്യമാണ് സർ. അത്തരം പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിനെയും വിശേഷിച്ച് മന്ത്രിയെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. സർ, വൈവിധ്യങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് വിനോദസഞ്ചാര മേഖലയിൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് സഞ്ചാരികളുടെ എണ്ണത്തിൽ നല്ല മാറ്റം പ്രതിഫലിക്കുന്നുണ്ടോ സർ? അതൊന്ന് വിശദമാക്കാൻ സാധിക്കും? യെസ് മിനിസ്റ്റർ. സർ, 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ടൂറിസം മേഖലയിൽ കഴിഞ്ഞ 8 വർഷമായി സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളുമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീക്കായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട് സാർ. ഇപ്പോൾ മലബാർ പ്രദേശങ്ങൾ, അവിടെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പൊതുവേ നേരത്തെ തന്നെ പ്രകടന പത്രികയിൽ LDF ചൂണ്ടിക്കാട്ടി. അത് മൊത്തം കേരള ടൂറിസത്തിൻ്റെ കുതിപ്പിന് കാരണമാകും. ആ നിലയിൽ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചു. അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അധികം സഞ്ചാരികൾ വന്ന വർഷമായി 2024 മാറി എന്ന സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. 2,22,46,989 സഞ്ചാരികൾ 2024 വർഷം കേരളത്തിലേക്ക് വന്നു സാർ. ഇത് കോവിഡിന് മുമ്പുള്ള ഏറ്റവും വലിയ കണക്കെടുത്ത് പരിശോധിച്ചാൽ അതിനേക്കാൾ 21% വർധനമുണ്ട് സാർ. എന്നാൽ കഴിഞ്ഞ വർഷമായിരുന്നു 2023 ആയിരുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം സഞ്ചാരികൾ നമ്മുടെ സംസ്ഥാനത്ത് കടന്നു വന്നത്. അന്ന് നിയമസഭയിൽ ഞാൻ പറഞ്ഞിരുന്നു സാർ, 2023 അധികകാലം ഈ റെക്കോർഡ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ പറ്റില്ല, 2024 അതിനെ മറികടക്കും എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. 2024 മറികടന്നിരിക്കുകയാണ്. 2024 2025 മറികടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ബജറ്റിൽ പ്രഖ്യാപിച്ച കെയിം ഹോംസ് പദ്ധതി വലിയ ആവേശമാണ് ഈ രംഗത്ത് ഉയർത്തിയിരിക്കുന്നത്. ഏത് തരത്തിൽ നടപ്പിലാക്കാനാണ് സർ ഉദ്ദേശിക്കുന്നത്? അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളെ കെ ഹോംസിലേക്ക് ആകർഷിക്കുവാൻ പ്രത്യേക പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടാകുമോ? വിശദീകരിക്കാൻ സാധിക്കും? യെസ് മിനിസ്റ്റർ. സാർ, വളരെ പ്രധാനപ്പെട്ടതും ജനങ്ങൾ പൊതുവെ അറിയാൻ താല്പര്യപ്പെടുന്നതുമായ ഒരു ചോദ്യമാണിത് സാർ. ബഡ്ജറ്റിൽ കെ ഹോംസിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സംസാരിച്ചതിന് ശേഷം പലരും വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സാർ. കേരള ടൂറിസത്തിൻ്റെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമുക്കറിയാം ഹോസ്പിറ്റാലിറ്റി ശൃംഖലയുടെ വിപുലീകരണമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി സാധ്യമാകുന്ന കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് സാർ. ഉദുമ പഞ്ചായത്തിൽ ബഹുമാന്യനായ MLA ശ്രീ കുഞ്ഞമ്പുവിൻ്റെ മണ്ഡലത്തിൽ
ഒരു പഞ്ചായത്തിൽ 3 5 സ്റ്റാർ ഹോട്ടലാണ് സാർ. ഒരു പഞ്ചായത്തിൽ 3. സഞ്ചാരികൾ മുഴുവൻ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നവരല്ല നമുക്കറിയാം. മിതമായ നിരക്കിൽ മുറികൾ വേണം. അതിനിപ്പോൾ ഈ PWD റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആക്കിയതിൻ്റെ ഭാഗമായി 10-24 കോടിയുടെ അധിക വരുമാനം സർക്കാരിന് ലഭിച്ചു. അതിൻ്റെ ഒരു ലിസ്റ്റ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലും വലിയൊരു ശതമാനം സഞ്ചാരികളാണ്. ഇത് കണ്ടുകൊണ്ട് ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കെ ഹോംസ് എന്ന പദ്ധതിക്ക് സർക്കാർ രൂപം നൽകുകയാണ്. ഈ ആൾതാമസമില്ലാത്ത ഒഴിഞ്ഞ വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഈ പദ്ധതി നടപ്പിലാക്കാനാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരം വീടുകളിൽ ആളുകൾക്ക് മികച്ച താമസ സൗകര്യം ഒരുക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഹോംലി ഫുഡ് അടക്കമുള്ള സൗകര്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. പ്രത്യേക ബുക്കിംഗ് സൗകര്യം അടക്കം ആലോചിക്കുന്നുണ്ട്. ഇത് ബജറ്റ് പാസ്സായാൽ ഉടൻ തന്നെ അത് സംബന്ധിച്ച പരിശോധനയിലേക്ക് കിടക്കും എന്നുള്ളതാണ് സഭയെ ഞാൻ ഈ വേളയിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീമതി ദലീമ. സാർ, സംസ്ഥാന ടൂറിസം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി ഈ രംഗത്ത് വിപ്ലവകരമായി മാറ്റം വരുത്തിയ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിക്ക് 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് സാർ. സ്ത്രീകൾ ഒറ്റയ്ക്കും കൂട്ടായും യാത്ര ചെയ്യുന്നത് വലിയ ട്രെൻഡായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ വനിതാ സഞ്ചാരികളെ ആകർഷിക്കുവാൻ ടൂറിസം വകുപ്പ് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? സാർ, നമുക്കറിയാം സാർ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ കോവിഡ് രൂക്ഷമായിരുന്നു. ടൂറിസം എന്നുള്ളത് വലിയ പ്രതിസന്ധിയായ ഒരു മേഖലയായിരുന്നു. പക്ഷെ ആ ഘട്ടത്തിൽ ഞങ്ങൾ പല കോവിഡിന് ശേഷം സാധ്യമാകുന്ന ട്രെൻഡുകളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ആ ട്രെൻഡിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് സ്ത്രീകളുടെ യാത്ര, മറ്റൊന്ന് യുവത്വത്തിൻ്റെ യാത്ര. ഇത് രണ്ടും ഒരു പ്രധാനപ്പെട്ട ട്രെൻഡായി ഞങ്ങൾ പൊതുവേ കണ്ടിരുന്നു. സ്ത്രീകളുടെ യാത്രയെ പൊതുവേ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലെന്തൊക്കെ പുതുതായി നമുക്ക് ആ യാത്രകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യാനാകുമെന്നുള്ള പരിശോധനയാണ് നടത്തിയത്. ഇതിൻ്റെ ഭാഗമായി ഒരു ജെൻഡർ ഓഡിറ്റ് സംഘടിപ്പിച്ചു. ജെൻഡർ ഓഡിറ്റിൽ നിർദ്ദേശിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു. വനിതാ സംരംഭക ശൃംഖല രൂപീകരിക്കുക എന്നാണ് ഒരു പ്രധാന ഘടകം. ടൂറിസവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലുള്ള സ്ത്രീകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും പരസ്പരം സംയോജിപ്പിച്ചിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുകയും ചെയ്യാൻ ഇതിലൂടെ ശ്രമിക്കുകയാണ്. ഇതുവരെ 17,631 സ്ത്രീകളാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റെസ്പോൺസിബിൾ ടൂറിസം മിഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ടൂർ ഓപ്പറേറ്റർമാർ, അതുപോലെ ലീഡർമാർ, ഡ്രൈവർമാർ, ഹോം സ്റ്റേകൾ, ഫുഡ് ടൂറിസം സംരംഭങ്ങളുള്ളവർ തുടങ്ങി വ്യത്യസ്ത മേഖലകളെ പ്രതിനിധീകരിക്കുന്നവർ രജിസ്റ്റർ ചെയ്തവരിലുണ്ട്. അവർക്ക് പ്രത്യേകമായ പരിശീലനം നൽകാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചു. അതോടൊപ്പം കേരളത്തിലെ സ്ത്രീ സൗഹാർദ്ദ വിനോദസഞ്ചാര പദ്ധതി ലോകത്തിന് പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായി ആദ്യ ഗ്ലോബൽ വിമൻ കോൺഫറൻസ് ടൂറിസം വകുപ്പ് ഇവിടെ മൂന്നാറിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായ പ്രവർത്തനങ്ങളും ആലോചനയിലാണ്. സാർ, യുവത്വവും ഇതുപോലെ ഒരു പ്രധാന ട്രെൻഡാണ്. ലോകത്തിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡിൽ യുവത്വത്തിൻ്റെ വരുമാനത്തിൻ്റെ 28% യാത്രകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെയും പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നു. ശ്രീ കെ ജെ മാക്സി. സാർ, ടൂറിസം മേഖല നമ്മുടെ കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഏറെ കുതിച്ചു മുന്നേറുകയാണ് സാർ. ടൂറിസം മേഖലയിൽ സ്റ്റാർട്ടപ്പുകളുമായി ചേർന്ന് എന്തൊക്കെ പദ്ധതികളാണ് സർക്കാർ ആലോചിക്കുന്നത്? മിനിസ്റ്റർ. സർ, കേരള സ്റ്റാർട്ടപ്പ് മിഷനും ടൂറിസം വകുപ്പുമായി ചേർന്ന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് MOU ഒപ്പുവെച്ചിട്ടുണ്ട് സർ. കാരവൻ ടൂറിസം ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ നൂതന സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായാണ് MOU ഒപ്പുവെച്ചിരിക്കുന്നത്. കൂടുതൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി വിശ്രമ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കുന്നതിന് ഇപ്പോൾ ചർച്ച നടന്നു കഴിഞ്ഞു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ കേരള ടൂറിസത്തിൻ്റെ കൂടുതൽ പ്രചരണ പരിപാടികൾ നടത്തുവാനുള്ള പ്രവർത്തനങ്ങളും സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് ആലോചിക്കുകയാണ്. സർ, ഒരുപാട് പുതിയ തലമുറയിലുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. പല ചർച്ചകളും നടത്തി വളരെ നല്ല ആശയങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ കണ്ട ഒരു പ്രത്യേകത, ലോകത്തിൻ്റെ ഓരോ ട്രെൻഡും മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ പുതിയ തലമുറ, അത് ടൂറിസം മേഖലയിൽ മാത്രമായിക്കൊള്ളുന്നില്ല, എല്ലായിടങ്ങളിലും ഇടപെടുന്നുണ്ട്. കാര്യങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി ഇടപെടുന്നവരാണ്, കാര്യങ്ങൾ നല്ല നിലയിൽ ധാരണയോടുകൂടി ഇടപെടുന്നവരാണ് നമ്മുടെ നാടിൻ്റെ ഭാവിയായ പുതിയ തലമുറ എന്നുള്ളത് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെ പൊതുവെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. ശ്രീ എ രാജ. സർ, പുത്തലമുറയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒന്നാണ് സാർ സീപ്ലെയിൻ അടക്കമുള്ള പദ്ധതികൾ. ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻകൈ എടുക്കുന്ന ടൂറിസം വകുപ്പിനെയും വകുപ്പ് മന്ത്രിയെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സാർ. സാർ, എൻ്റെ ചോദ്യം
സാഹസിക ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് യാത്ര വർദ്ധിക്കുന്ന സമയമാണിത്. സാഹസിക ടൂറിസത്തിൻ്റെ സാധ്യതകളെ കേരളം ഏത് തരത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് സാർ? സാർ, സീപ്ലെയിൻ ടൂറിസം വകുപ്പിൻ്റെ ഒരു പദ്ധതിയല്ല സാർ. പക്ഷേ ഇപ്പോൾ സീപ്ലെയിൻ നേരത്തെ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ച് ചില പ്രയാസങ്ങൾ വന്നു, വേണ്ടത്ര ഹോംവർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ ഡാമുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സീപ്ലെയിൻ എന്നുള്ള ആശയം മുന്നോട്ട് വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബോൾഗാട്ടിയിൽ നിന്നും മാട്ടുപ്പെട്ടി വരെ സീപ്ലെയിൻ, അതിൽ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഞങ്ങളതിൽ യാത്ര ചെയ്തിരുന്നു. വല്ലാത്തൊരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കേരളത്തിൽ ഒരുപാട് ഡാമുകളുണ്ട്. അത് ആർക്കും ഒരു തടസ്സവും ഇല്ലാത്ത നിലയിൽ ചർച്ച ചെയ്ത് മറ്റു വകുപ്പുകളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് നമുക്ക് നടപ്പിലാക്കാനാകും. അത് വലിയ മാറ്റം നമുക്ക് പൊതുവെ ഉണ്ടാക്കാനാകും. സാഹസിക ടൂറിസത്തിൻ്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ സാർ, കേരളത്തിലെ ബീച്ചുകൾ നമ്മൾ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബീച്ചുകളിൽ ഒന്നാണ് കേരളത്തിലെ ബീച്ച്. കേരളത്തിലെ ബീച്ചുകളിൽ ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഗോവ പോലുള്ള ഇടങ്ങളിൽ വരുന്നത് പോലെ വരാത്തതിൻ്റെ ഒരു കാരണം നമ്മളവിടെ വാട്ടർ സ്പോർട്സ് ഉൾപ്പെടെ ഒരുക്കുന്നതിൽ ഒരു പരാജയമായിരുന്നു എന്നുള്ളതാണ്. അതിന് പരിഹാരം കാണാൻ നമുക്ക് പറ്റണം സാർ. അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നില്ല, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ വിവാദങ്ങൾ അനാവശ്യമായി സൃഷ്ടിക്കുക എന്നുള്ളൊരു ശ്രമം പൊതുവേ ചില ലോബികൾ നടത്തുന്നുണ്ട്. അത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചിലർ കൂടുന്നുണ്ട്. പക്ഷേ അത് പ്രയാസമുള്ള കാര്യമില്ല, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് പൊതുവേ പരിശോധിക്കുമ്പോൾ അത് കേരളത്തിലെ ബീച്ച് ടൂറിസത്തിൽ വാട്ടർ സ്പോർട്സ് ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മലയാളികൾ ഉൾപ്പെടെ ഗോവയിൽ പോകുന്ന ഒഴിവാക്കി ഇവിടെ നിൽക്കുന്നു. പുറത്തുള്ള ഒരുപാട് പേർ ഇപ്പോൾ ഇവിടെ വരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ബീച്ച് ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നു. അത് ഒന്നോ രണ്ടോ സ്ഥലമല്ല, നിരവധി ഇടങ്ങളുണ്ട്. അതിനെ നമുക്ക് ഇനിയും ഉയർത്താം. അത് ബീച്ചിൽ മാത്രമല്ല, സാഹസിക ടൂറിസത്തിൻ്റെ മറ്റൊരു പ്രധാന കേന്ദ്രം കേരളത്തിൻ്റെ മലയോര മേഖലയാണ്. നമുക്ക് ട്രക്കിങ്ങിന് പറ്റിയ ഇടങ്ങളുണ്ട്. ഇപ്പോൾ ബഡ്ജറ്റിൽ അത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ട്രക്കിങ്ങിനൊരു പ്രത്യേക ഗൂഗിൾ മാപ്പിൽ ഒരു കൃത്യമായ ഒരു ധാരണയോടുകൂടി നമുക്ക് ചിലത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയാൽ എവിടെയൊക്കെ ട്രക്ക് ചെയ്യാം, എങ്ങനെ പോകാം, ട്രക്കിങ്ങും ഹൈക്കിങ്ങും ഒക്കെ എങ്ങനെയാകാം എന്നുള്ളത് കൃത്യമായ ഒരു കാഴ്ചപ്പാടോട് പോകാൻ വേണ്ടി പറ്റും. അതിന് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. അവരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരും. ഈ ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ സർക്കാരിൻ്റെ. ശ്രീ രമേശ് ചെന്നിത്തല സാർ, ഇവിടെ വിദേശ യൂണിവേഴ്സിറ്റികളെ അന്ന് എതിർക്കുകയും ഇന്ന് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന അതേ നിലപാടാണ് സീപ്ലെയിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. സാർ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ അനിൽകുമാർ മന്ത്രിയായിരുന്നപ്പോഴാണ് ആദ്യമായി സീപ്ലെയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിന് എന്തോ ഒരു എതിർപ്പായിരുന്നു സാർ. ഏതായാലും ഇപ്പോൾ മന്ത്രി ആ നയം മാറ്റിയതിൽ സന്തോഷമുണ്ട് സാർ. അതോടൊപ്പം തന്നെ 79 കേന്ദ്രങ്ങളിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി നോട്ടിഫൈ ചെയ്തുകൊണ്ട് അവിടെ ബിയറും വൈൻ പാർലറുകൾ ആരംഭിക്കാനുള്ള തീരുമാനം ഏതെങ്കിലും ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണോ, കേരളത്തിൽ വരുന്ന വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നും വരുന്ന ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെല്ലാം മദ്യത്തിന് മയക്കുമരുന്നിനും അടിമകളായി മാറുന്നു എന്നുള്ള കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് വ്യക്തമാക്കണം. സാറ്, രണ്ട് വിഷയമാണ്. ഒന്ന് മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. ആദ്യത്തെ വിഷയം സീപ്ലെയിനും മറ്റൊരു വകുപ്പാണ്. എന്നാൽ സീപ്ലെയിനിൽ നേരത്തെ ഉണ്ടായ പ്രശ്നം നമുക്കറിയാം സാർ. വേണ്ടത്ര ഹോംവർക്ക് അതിനകത്ത് നടന്നില്ല. ആ ഹോംവർക്ക് നടന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ പല കാര്യത്തിലും ഹോംവർക്ക് ഇല്ലാതെ പോകുന്നതാണല്ലോ പ്രശ്നം. അതെ, അദ്ദേഹം പറയട്ടെ, നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലേ അദ്ദേഹം പറയുന്നത്. പറയാം സാർ. യാഥാർത്ഥ്യം പറയുമ്പോൾ നെറ്റി വിളിച്ചിട്ട് കാര്യമില്ല. പറയേണ്ടത് ഞങ്ങൾ പറയുക ചെയ്യും സാർ. അതിന് മറ്റു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. മത്സ്യത്തൊഴിലാളികളുമായി കൃത്യമായൊരു ചർച്ച നടത്താനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, സീപ്ലെയിൻ്റെ ഓപ്പറേറ്റർ നിരവധി പരാതി പറഞ്ഞിരുന്നു. നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇതൊക്കെ ഹോംവർക്ക് ചെയ്ത് പോകാനും ഡാം കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ തന്നെ ആലോചിച്ചിരുന്നെങ്കിൽ ഒരു തടസ്സം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ആലോചനയുടെ കാര്യത്തിൽ, ഹോംവർക്ക് ചെയ്യുന്ന കാര്യത്തിലുള്ള പോരായ്മ അതിനകത്തുണ്ട്. അത് മാറ്റിക്കൊണ്ട് ഡാമുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സീപ്ലെയിൻ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് നല്ല നിലയിൽ തന്നെ നടപ്പിലാക്കി പോകാവുന്ന കാര്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും സഹകരിച്ച് അതിൽ മുന്നോട്ട് പോകാമായിരുന്നു. സംസാരിച്ചോ മിനിസ്റ്റർ? ഇഗ്നോർ ചെയ്തോ? അപ്പോൾ അത് നമുക്ക് ആലോചിച്ച് പോകാം. ആ നിലയിൽ മുന്നോട്ട് പോകാവുന്ന സീപ്ലെയിൻ കടലിൽ മാത്രം ഇറക്കാവുന്ന എവിടെയും നിയമത്തിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. അത് നമ്മൾ പറഞ്ഞു പോകണ്ടല്ലോ. എന്തിനാണ് നമുക്ക് സീപ്ലെയിൻ ഡാമിലിറങ്ങി അതിലൂടെ സഞ്ചാരികൾ യാത്രക്കാർ സഞ്ചരിക്കുന്ന നാടിന് ഗുണമാണോ ദോഷമാണോ? നാടിന് ഗുണമാണ്. നാടിന് ഗുണമായ കാര്യത്തിൽ അള്ളു വെക്കുന്ന പണി എന്തിനാണ് സാർ എടുക്കുന്നത്? അത് നാട് ഈ അള്ളു വെച്ച് എത്രയായാലും മുന്നോട്ട് പോകും. അതുകൊണ്ട് ഡാമിൽ സീപ്ലെയിൻ എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ ഒരു ഫെസിലിറ്റേറ്ററായി ഈ സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പ് മുമ്പിലുണ്ടാകും എന്നൊരു ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
യെസ്, ശ്രീ മുരളി പെരുന്നല്ലി. സർ, മണലൂർ മണ്ഡലത്തിലെ വാടാനപ്പള്ളി ബീച്ച് നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതിൻ്റെ വികസനത്തിനായി കഴിഞ്ഞ ബജറ്റിൽ, തൊട്ടു മുമ്പത്തെ ബജറ്റിൽ പണം അനുവദിച്ച് 20% പണം അനുവദിച്ചിരുന്നതാണ്. ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നതൊക്കെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. അടിയന്തിരമായി ആ പദ്ധതി തുടങ്ങി വയ്ക്കാൻ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി എടുക്കും. സർ, അതിൽ എന്താണോ സാധ്യമാകുന്ന ഇടപെടാൻ സാർ ഉദ്യോഗസ്ഥ തലത്തിൽ അതിൻ്റെ ഒരു യോഗം വിളിച്ചു ചേർക്കും. ശ്രീ എ കെ മഷ്റഫ്. സർ, ഏറ്റവും മനോഹരമായ ബീച്ചുകളുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ തുച്ഛമായ 5 കോടി ലഭിക്കുമ്പോൾ ഞാനതിൽ ഓരോ കോടി വീതം മഞ്ചേശ്വരത്തെ ബേരിക്ക ബീച്ചിലേക്കും ഒസബട്ട് കുണ്ടുക്കളക്ക ബീച്ചിലേക്കാണ് നീക്കിവെച്ചത്. അത് നിങ്ങൾക്കൊക്കെ അറിയാം, മംഗലാപുരത്ത് നിന്ന് ബേക്കൽ ഫോർട്ടിലേക്ക് വരുമ്പോൾ 50 കിലോമീറ്ററിനിടയിൽ വളരെ ടൂറിസം മേഖലയിൽ വികസിക്കുന്നൊരു പ്രദേശമാണ്. താജിൻ്റെ റിസോർട്ട് അടക്കം മഞ്ചേശ്വരത്ത് വരുന്നുണ്ട്. ഇതൊന്ന് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ ലാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളിൽ ഇത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയം നിലനിൽക്കുന്നത്. കടലിന് തൊട്ടടുത്തുള്ള പ്രദേശം ഒന്നെങ്കിൽ CRZ മറ്റുള്ള ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം. അതൊന്ന് ലിബറലായി ഇടപെട്ട് ഇപ്പോൾ KDPയിൽ നിന്ന് വളരെ മനോഹരമായൊരു കന്വത്തീർത്ത ബീച്ച് നന്നായി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പോസോഡി കുംപെ, അധീക്കയും അതോടൊപ്പം ഈ പറയുന്ന കുണ്ടുക്കളടക്കമുള്ള നന്നായി ഡെവലപ്പ് ചെയ്യാൻ ലാൻഡ് സംബന്ധമായ ഇഷ്യൂസ് ഒന്ന് പരിഹരിക്കാൻ അങ്ങ് അടിയന്തരമായി ഒന്ന് ഇടപെടുമോ? സർ, അതെങ്ങനെയാണ് സാധ്യമാകുക, അത് പരിശോധിക്കാം. പൊതുവേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ടൂറിസം മേഖലയിൽ സർക്കാർ ഒരു ഫെസിലിറ്റേറ്ററായി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരിശോധിക്കാനാണ് ടിം നടത്തിയത് സർ, ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. ആ ടിമ്മിൻ്റെ ഭാഗമായി കുറേ ലാൻഡ്, സാധ്യമാകുന്ന ലാൻഡുകളിൽ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കുകൾ പൊതുവേ നടക്കുകയാണ്. അത് മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പൊതുവേ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് അത് സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നല്ല റിസൾട്ട് ഈ 2025 ഉണ്ടാക്കാനാകും. അതുപോലെ ബഹുമാനപ്പെട്ട അംഗം അവിടെ ചൂണ്ടിക്കാട്ടിയ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പരിശോധിച്ച് നമുക്ക് ഇടപെടാം. ശ്രീ എം രാജഗോപാലൻ. സർ, ടൂറിസം വികസനം മുൻനിർത്തി പഠനത്തോടൊപ്പം തൊഴിലും സമ്പാദ്യശീലത്തോടൊപ്പം സ്വാശ്രയശീലവും ഉണ്ടാക്കാൻ ഉതകുന്ന തരത്തിൽ ടൂറിസം ക്ലബ്ബുകളെ പരിവർത്തനപ്പെടുത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? വിശദമാക്കാം. യെസ് മിനിസ്റ്റർ. സർ, ടൂറിസം ക്ലബ്ബുകൾ ഇപ്പോൾ വളരെ ആക്റ്റീവായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൂറിസം ക്ലബ്ബുകളെ 3 നിലയിലാണ് നമ്മൾ. ഒന്ന്, ടൂറിസം ഡെസ്റ്റിനേഷനുകളുടെ ചുമതല കൊടുത്തുകൊണ്ട് മെയിൻ്റനൻസ്, മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ ഇപ്പോൾ വിദേശ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവരുടെ ഗൈഡുകളായി മാറാനുള്ള വിവിധ ഭാഷകളെ ഒക്കെ തന്നെ പഠനം നടത്താനും അതിലൂടെ പ്രോത്സാഹിപ്പിക്കാനും ചെയ്യുന്ന പദ്ധതി. ഇതിലൂടെ ടൂറിസം ക്ലബിനെ, പുതിയ തലമുറയെ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന് വലിയ ഗുണകരമായ മുന്നേറ്റമാണ് ടൂറിസം ക്ലബ്ബ് രൂപീകരണം. കേരളത്തിലെ ഒരുപാട് ക്യാമ്പസുകളിൽ അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനുകളിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഇപ്പോൾ ടൂറിസം ക്ലബ്ബ് അംഗങ്ങളായി മാറിയിട്ടുണ്ട്. അത് വലിയ മാറ്റം അതിൽ പൊതുവേ നമുക്ക് കാണാൻ സാധിക്കുന്നു. ശ്രീ സനീഷ് കുമാർ ജോസഫ്. സർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാണ് അതിരപ്പള്ളി, വാഴച്ചാൽ ഉൾപ്പെടെയുള്ള മേഖല. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഹംഗറി പ്രധാനമന്ത്രി അടക്കം, ചാൾസ് രാജാവ് അടക്കം സന്ദർശിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള പ്രദേശമാണ്. പക്ഷേ ഈ ഗവൺമെൻറ് ഈ മേഖലയെ അവഗണിക്കുകയാണ്. ഇപ്പോൾ പാർക്കിങ്ങും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം മൂലം വലിയ പ്രയാസം നേരിടുന്ന, ഒരു വർഷം 30 ലക്ഷം സഞ്ചാരികൾ വരുന്ന ഈ ടൂറിസം കേന്ദ്രത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വികസിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, തീർച്ചയായിട്ടും അതൊരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. വിവിധ വകുപ്പുകൾ കൂടി ഡിസ്കസ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. അത് പരിശോധിച്ച് എങ്ങനെയാണ് അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, അതൊക്കെ സർക്കാർ ചെയ്യാൻ മുന്നിട്ടിറങ്ങും എന്നുള്ളത് സഭയെ അറിയിക്കുക. ശ്രീ വായൂർ സോമൻ. സർ, ടൂറിസം മേഖലയിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയെ ഈ സന്ദർഭത്തിൽ അനുമോദിക്കുന്നു. സാർ, എൻ്റെ ചോദ്യം, തേക്കടി കംപ്ലീറ്റ് വനമാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന കുമളിയും അതേപോലെ തന്നെ വാഗമണ്ണും കേഹോം പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കുവാൻ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സർ, അത് പരിശോധിച്ച് ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചിക്കാം. ശ്രീ റോജി എം ജോൺ. സർ, സംസ്ഥാന സർക്കാർ നേരത്തെ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ കാലടി, മലയാറ്റൂർ, ആതിരപ്പള്ളി, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസം സർക്യൂട്ട് പദ്ധതി സമർപ്പിച്ചിരുന്നു. അതിൻ്റെ അവിടെ നിന്ന് കേന്ദ്ര സംഘം വരികയും പരിശോധന നടത്തുകയും അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല.
അപ്പോൾ ഈ കാലടി മലയാറ്റൂർ ആതിരപ്പള്ളി ടൂറിസം സർക്യൂട്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. സർ, തീർച്ചയായിട്ടും അത് നമുക്ക് ചർച്ച ചെയ്ത് യാഥാർത്ഥ്യമാക്കാൻ എന്ത് ചെയ്യാനാകുമെന്നുള്ളത് പരിശോധിക്കാം. അതിന് ടൂറിസം വകുപ്പ് എല്ലാ നിലയിലും ഇടപെടാം എന്ന് സഭയെ അറിയിക്കും. ചോദ്യം നമ്പർ 92 ശ്രീ CR മഹേഷ്, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. സർ, ഉത്തരവ് A, B ഉണ്ട്. സന്നദ്ധ ഫണ്ടിൽ നിന്ന് പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകളായ കേരള അക്ബാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള കള്ളവ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള PDA തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്നീ ബോർഡുകളിൽ നിന്നും നിലവിൽ ഡിസംബർ 2024 വരെയുള്ള പെൻഷൻ വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 2025 ജനുവരി മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. സർക്കാർ സഹായത്തോടുകൂടി സോഷ്യൽ സെക്യൂരിറ്റി ലിമിറ്റഡ് മുഖേന പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകളായ കേരള ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള ബീഡി ചുരുട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്നിവിടങ്ങളിൽ 2024 ഒക്ടോബർ വരെയുള്ള പെൻഷൻ വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേരള കൈത്തറി ക്ഷേമനിധി ബോർഡ്, കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള PDA തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്നീ ബോർഡുകൾ മുഖേന നൽകി വരുന്ന ആനുകൂല്യങ്ങളിൽ 2024 ഡിസംബർ മാസം വരെയുള്ള അപേക്ഷകളിൽ കുടിശ്ശികയില്ല. സാർ, മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ കുടിശ്ശിക തീർപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷനോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയാണ് വിതരണം ചെയ്യുന്നത്. പ്രസ്തുത ബോർഡിൽ നിന്നും ഉള്ള ക്ഷേമ പദ്ധതികളായിട്ടുള്ള അതിവർഷാനുകൂല്യം, മരണാനന്തര ആനുകൂല്യം, മാരകരോഗ അതിവർഷ ആനുകൂല്യം, വിവാഹ ധനസഹായം, പ്രസവ ധനസഹായം, ചികിത്സാ ധനസഹായം, മരണാനന്തര സഹായം, വിദ്യാഭ്യാസ ധനസഹായം, ഉന്നത വിദ്യാഭ്യാസ ധനസഹായം എന്നീ ആനുകൂല്യങ്ങൾ അതിവർഷ ആനുകൂല്യം ഒഴികെയുള്ളവയിൽ അപേക്ഷ ലഭ്യമാക്കുന്ന മുറയ്ക്ക് തന്നെ വിതരണം ചെയ്യുന്നതിനും മറ്റ് ആനുകൂല്യങ്ങളുടെ വിതരണം ഒരു പരിധിവരെ കാലികമാക്കുന്നതിനുള്ള സാധിച്ചിട്ടുണ്ട്. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 2023 സെപ്റ്റംബർ മാസം വരെയുള്ള പെൻഷനും 2024 മാർച്ച് 31 വരെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട്. സർ, കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ പ്രധാന വരുമാനം ബിൽഡിംഗ് സെസ് പിരിവിലൂടെയാണ്. തദ്ദേശ സ്വയംഭരണ RC വകുപ്പിൻ്റെ 2024 ഫെബ്രുവരി 12 ഉത്തരവ് പ്രകാരം ബിൽഡിംഗ് സെസ് പിരിവിൻ്റെ ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിയിരിക്കുകയാണ്. സാർ, അതിനാൽ ബോർഡിൻ്റെ വരുമാനത്തിൽ കാലക്രമേണ വർധനുണ്ടാവുന്നതും അതിനാൽ തന്നെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധമായി വിതരണം ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. തൊഴിലുടമ നൽകി വരുന്ന അംശാദായത്തിൽ നിന്നും ലഭിക്കുന്ന പലിശയിൽ നിന്നുമാണ് ക്ഷേമനിധി ബോർഡുകൾ വരുമാനം കണ്ടെത്തുന്നതും ഗുണഭോക്താക്കളുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകി വരുന്നത്. ക്ഷേമനിധി ബോർഡുകൾ രജിസ്റ്റർ ചെയ്യുന്ന അസംഘടിത പരമ്പരാഗത മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന അംഗങ്ങളുടെ എണ്ണത്തിൽ വന്ന ഇടിവും പെൻഷൻകാരുടെ വർധനവും പരമ്പരാഗത തൊഴിൽ മേഖലയിലെ കൈത്തറി, കല്ല്, തുടങ്ങിയ ഇത്തരം ക്ഷേമനിധി ബോർഡുകളുടെ അംഗത്വ രജിസ്ട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിനായി മേഖലാ ഓഫീസ് അടിസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ശ്രീ CR മഹേഷ്. സർ, ഒരു കാലത്ത് സമ്പത്തുകൊണ്ട് സമ്പന്നമായിരുന്നു കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. ഇന്ന് പെൻഷൻ പോലും കൃത്യമായും കൊടുക്കാൻ സാധിക്കാത്ത തരത്തിൽ കടുത്ത ദാരിദ്ര്യത്തിലാണ്. സാർ, എൻ്റെ ചോദ്യം, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും സർക്കാരോ മറ്റ് ക്ഷേമനിധി ബോർഡുകളോ വായ്പ എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തുക എത്ര? അത് തിരിച്ചു നൽകിയോ? യെസ്, മിനിസ്റ്റർ. സാർ, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 20 ലക്ഷത്തിലധികം അംഗങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 9 ലക്ഷത്തോളം പേരാണ് കൃത്യമായ അംശാദായം അടച്ച് അംഗത്വം പുതുക്കിയിരിക്കുന്നത്. ബോർഡിൽ വ്യാജ മെമ്പർമാരെ കണ്ടെത്തി ഒഴിവാക്കാനുള്ള ജില്ലാതലത്തിലുള്ള സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. സാർ, അങ്ങോട്ട് ചോദിച്ച്
ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബോർഡിൻ്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 150 കോടി രൂപയും ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 100 കോടി രൂപയും വായ്പ അനുവദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, കോവിഡ് കാലത്ത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും 1000 രൂപ ആശ്വാസ ധനസഹായമായി എല്ലാ തൊഴിലാളികൾക്കും കോവിഡ് ധനസഹായം നൽകിയിരുന്നു. സാർ, അതിൽ ഇനിയും അപേക്ഷ നൽകിയ എത്ര പേർക്ക് ആ തുക ലഭ്യമാകാനുണ്ട്? സാർ, അത് പരിശോധിച്ചിട്ട് പറയാം സാർ. ശ്രീ എ പി അനിൽകുമാർ. സാർ, ക്ഷേമനിധി ബോർഡുകളുടെ സ്രോതസ് എന്ന് പറയുന്നത് അങ്ങോട്ട് പറഞ്ഞ പോലെ അംശാദായം, അതുപോലെ തന്നെ നമുക്ക് നിർമ്മാണ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന സെസ്സുമാണ്. സാർ, അത് പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര താല്പര്യം കാണിക്കാത്തതുകൊണ്ട് തന്നെ ഇന്ന് ഈ രീതിയിലെല്ലാം ഇന്ന് പെൻഡിങ് ആണ്. ഞാൻ ഓരോന്നായി പറയുന്നില്ല. ഏത് ക്ഷേമനിധി ബോർഡ് എടുത്തു കഴിഞ്ഞാലും അവിടെ കുടിശ്ശികയാണ്. ആ കുടിശ്ശിക നൽകുന്നതിൽ ഇത്തരത്തിലുള്ള ക്ഷേമനിധികൾക്ക് ലഭിക്കേണ്ട അർഹമായ സെസ്സുകൾ പിരിച്ചെടുക്കാനുള്ള തീവ്രമായ ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. സാർ, ഇതിൽ അംഗത്വത്തിൻ്റെ എണ്ണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 20 ലക്ഷത്തിലധികം വരെയാണ്. സാർ, ഇതിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യമായി അതിന് ശ്രമം നടത്തുന്നുണ്ട്. അത് കുറച്ചുകൂടെ സജീവമാക്കുന്നതിന് വേണ്ടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് നാം എല്ലാവരും ആലോചിക്കേണ്ടതാണ്. തൊഴിലാളി അല്ലാത്ത ആൾക്കാരും ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടി ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. സർ, ഇത് ഏതാണ്ട് 1000-ഓളം വരുന്ന രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻസാണ് അംഗത്വം ലഭിക്കുന്നതിന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കുന്നത്. അത് നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പരിശോധന നടത്തി അത്തരം ട്രേഡ് യൂണിയൻസിൻ്റെ അംഗീകാരം പിൻവലിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നു. ശ്രീ ഐ സി ബാലകൃഷ്ണൻ. സർ, ഈ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് മറ്റ് പെൻഷനുകളൊന്നും നൽകില്ല എന്ന് സർക്കാർ ഉത്തരവുണ്ട്. സാർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് അത്തരം തീരുമാനത്തനുസരിച്ച് അവരെ ഈ ക്ഷേമനിധി പെൻഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ? ഇതുവരെ പെൻഷൻ വിതരണം ചെയ്യാത്തതിൽ നിരവധി പരാതികൾ ഉയരുന്നുണ്ട്. സാർ, ഇവർക്ക് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പെൻഷൻ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു. സർ, ഈ ഇതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ചില മാനദണ്ഡങ്ങൾ ഉണ്ട്. അതനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കുറച്ച് താമസം വന്നിട്ടുണ്ട്. ഇനി താമസം കൂടാതെ ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ശ്രീ റോജി എം ജോൺ. സർ, വെള്ളക്കരം, വൈദ്യുതി ചാർജ്, വീട്ടുകാരൻ, കുട്ടികളുടെ ഫീസ്, ഭൂനികുതി, എന്തിനധികം മദ്യത്തിൻ്റെ വില വരെ കൂടി. സർ, ആകെ കൂടാത്തതായിട്ടുള്ളത് ഈ ക്ഷേമനിധിയിലുള്ള അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ തുകയാണ്. സർ, മറ്റ് പെൻഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്ഷേമനിധിയിലെ തൊഴിലാളികൾ അംശാദായം അടയ്ക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ആ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ ആലോചിക്കുമോ? അതുപോലെ ഈ ഈറ്റ, കാട്ടുവള്ളി, തഴ തൊഴിലാളികൾ, ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ ഞങ്ങളുടെയൊക്കെ മേഖലയിൽ നിരവധി ആളുകളുള്ള ഒരു പ്രദേശമാണ്. സർ, അവരുടെ അംശാദായം, സർക്കാർ കൊടുക്കേണ്ടുന്ന അംശാദായം ബോർഡിന് കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അത് അടിയന്തരമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും. മിനിസ്റ്റർ, ഒന്നാം ഘട്ടം പറഞ്ഞ 2016 വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ഇപ്പോൾ ഉള്ള കാര്യം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറേ, തൊഴിൽ വകുപ്പിൻ്റെ കീഴിൽ 16 ക്ഷേമനിധി ബോർഡുകളും മറ്റ് വിവിധ വകുപ്പുകളുടെ കീഴിൽ 18 ബോർഡുകളും പ്രവർത്തിക്കുന്നുണ്ട്. തൊഴിൽ വകുപ്പിൻ്റെ കീഴിലെ ക്ഷേമനിധി ബോർഡുകളിൽ 67 ലക്ഷത്തിലധികം തൊഴിലാളികൾ അംഗത്വം എടുത്തിട്ടുണ്ട്. സാർ, ഉടനെ തന്നെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യം പ്രയാസമാണ്. ഭാവിയിൽ നമുക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാം. ശ്രീ പി നന്ദകുമാർ. സർ, കേന്ദ്ര സർക്കാർ പുതിയ ലേബർ കോഡുകൾ ഏപ്രിൽ 1 നടപ്പിലാക്കുകയാണ്. നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകളുടെ അവസ്ഥ എന്താവും? കേന്ദ്രത്തിൻ്റെ കണക്കിൽ അൺഓർഗനൈസ് സെക്ടറിലെ ഒരു ബോർഡ് മാത്രമാണുള്ളത്. ഇതിനെപ്പറ്റി സംസ്ഥാന ഗവൺമെൻറ് ഗൗരവതരമായി ആലോചിച്ചിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് പുതിയ തൊഴിൽ നിയമം കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലപാട് ഇതിനകം തന്നെ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. 29 കേന്ദ്ര നിയമങ്ങളെ 4 തൊഴിൽ കോഡുകളാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരികയാണ്. പ്രസ്തുത കോഡുകൾ നിലവിൽ വരുമ്പോൾ തൊഴിലാളികളുടെ നിലവിലുള്ള നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ഉൾപ്പെടെ ഇല്ലാതാകുന്ന അവസ്ഥ സംജാതമാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, നിലവിൽ 10 അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ബോണസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. സാർ, എന്നാൽ പുതിയ കോഡ് നിലവിൽ വരുമ്പോൾ
20 അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ അത് പരിമിതപ്പെടും. നിലവിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ വരുമാന മാർഗം 10 ലക്ഷത്തിന് മുകളിൽ നിർമ്മാണ ചെലവുള്ള എല്ലാ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും സെസ് ബാധകമാണ്. എന്നാൽ പുതിയ ലേബർ കോഡ് നിലവിൽ വരുമ്പോൾ അത് 50 ലക്ഷത്തിന് മുകളിൽ നിർമ്മാണ ചെലവുകൾ വരുന്ന കെട്ടിടങ്ങൾക്ക് മാത്രമായി നിജപ്പെടുത്തുന്നതാണ്. സാർ, ഇത് ബിൽഡിംഗ് സെസ് വരുമാനത്തിന് വലിയൊരു കുറവ് വരുത്തുന്നതിന് ഇടയാകും. ലേബർ കോഡുകൾ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്നും ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തൊഴിലാളി താൽപ്പര്യം ഉയർത്തിപ്പിടിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീ എൻ കെ അക്ബർ. LSGD മുഖേന ബിൽഡിംഗ് സെസ് പിരിവ് നടപ്പിലാക്കിയതിനെ തുടർന്ന് സെസ് പിരിവിൽ വർധനവ് ഉണ്ടായിട്ടുണ്ടോ? വിശദമാക്കാമോ? സർ, കാര്യമായ വർധന ഉണ്ടായിട്ടില്ല. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പം അതുകൊണ്ട് അതിൻ്റെ കൂടെയാണ് പുതിയൊരു ഉത്തരവാദിത്തം കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മാറ്റം കാണുന്നുണ്ട്. ശ്രീ അൻവർ സാദ്. സർ, നമ്മുടെ സ്കൂളുകളിലെ പാചക തൊഴിലാളികളുണ്ട്. ഈ പാചക തൊഴിലാളികൾക്ക് എനിക്ക് തോന്നുന്നു തമിഴ്നാട് ഗവൺമെൻറ് അതിൽ 1 ലക്ഷത്തിൽ ചെല്ലാം അവരെ പാചക തൊഴിലാളികൾക്ക് അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ ആനുകൂല്യം എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ള പാചക തൊഴിലാളികൾക്ക് ഓണറേറിയാണ് കൊടുക്കുന്നത്. സാർ, അവർക്ക് അതുപോലെ തന്നെ മറ്റുള്ള ഗവൺമെൻറ് ജീവനക്കാരെ പോലെ തന്നെ നമുക്ക് ആനുകൂല്യങ്ങൾ കൊടുത്ത് അവർക്ക്, കാരണം അവരെ സംബന്ധിച്ച് അവർ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, പക്ഷേ അവരുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തികമായി വലിയ പരാതിയും പാവങ്ങളാണ് ഈ പാചക തൊഴിലാളികൾ. സാർ, അവരെ ഇടപെട്ടുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് അവർക്ക് ന്യായമായ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ബഹുമാനായ മന്ത്രി ഗവൺമെൻറ് തയ്യാറാകുമെന്ന് ചോദിച്ചു. സാർ, ഈ സ്കൂൾ പാചക തൊഴിലാളികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ഭക്ഷണ സ്കീമിൽപ്പെട്ടവരാണ്. സാർ, ഈ പാചക തൊഴിലാളികളെ നിയമിക്കുന്നത് അവിടെ രൂപീകരിക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട്. അവിടുത്തെ PTA പ്രസിഡൻറ്റും അതുപോലെ അവിടുത്തെ പ്രഥമ അധ്യാപകരടക്കം ചേർന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ് നിയമിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടെ സംയുക്തമായിട്ടുള്ള പ്രോജക്റ്റാണ്. സാർ, 60% നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, 40% സംസ്ഥാന ഗവൺമെൻറ് എടുക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് ചെറിയൊരു കാശ് 600 രൂപ മാത്രമാണ് പെർ മന്ത് ഈ പാചക തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ അതിനെ സംബന്ധിച്ചോളം ഒന്നും മിണ്ടിയില്ല. സാർ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നമ്മുടെ UDFൻ്റെ ഗവൺമെൻറ്റും പല ഘട്ടങ്ങളിലായി വർധന ഉണ്ടാക്കിയ പ്രകാരം ഇപ്പോൾ 12,000 രൂപ പാചക തൊഴിലാളികൾക്ക് നൽകുകയാണ്. സാർ, 600 രൂപ കേന്ദ്രമുള്ളൂ സാർ, ആകെ 600 രൂപ. ഇപ്പോൾ 12,000 രൂപ കൊടുക്കുകയാണ് സാർ. നമുക്ക് ഇനി അവർ ഹൈക്കോടതിയിൽ മറ്റൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നോക്കി പരിശോധിച്ച ശേഷം നമുക്ക് ചെയ്യാം. അങ്ങ് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നാണ് അങ്ങോട്ട് സൂചിപ്പിച്ചത്. സാർ, അതൊരു നല്ല നാളെ വരട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഇപ്പം ആലോചിക്കാൻ നിവൃത്തിയില്ല. ബാബു നെന്മാറ. സാർ, ജീവിത സുരക്ഷിതത്വത്തിൻ്റെ പല ക്ഷേമനിധികളും 62 ലക്ഷത്തോളം പേർക്ക് സാമൂഹ്യ സുരക്ഷിതത്വ പെൻഷനും കൊണ്ട് മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം സമ്പന്നമാണ്. ഏറ്റവും ഒടുവിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുൾപ്പെടെ ക്ഷേമനിധി ഇവിടെ പ്രഖ്യാപിച്ചത്. സാർ, എൻ്റെ ചോദ്യം ഇതാണ്: ക്ഷേമനിധി ബോർഡുകളുടെ ഭരണപരമായ ചെലവുകൾ കുറയ്ക്കുന്നതിനും ക്ഷേമനിധിയിൽ അനർഹരായ അംഗങ്ങളെ ഒഴിവാക്കുന്നതിനും എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാം. സാർ, എല്ലാ ക്ഷേമനിധി ബോർഡുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി തൊഴിൽ വകുപ്പിൻ്റെ കീഴിൽ AIIS അഡ്വാൻസ്ഡ് ഇൻഫർമേഷൻ ഇൻ്റർഫേസ് സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ 1ാം ഘട്ടമായി ക്ഷേമനിധി ബോർഡുകളുടെയും രജിസ്ട്രേഷനും അംഗത്വ പുതുക്കലും നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. 2ാം ഘട്ടം നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സാർ, ഇതിലൂടെ അനർഹർക്ക് ആനുകൂല്യം ലഭിക്കുന്ന അടക്കമുള്ള തടയാൻ സാധിക്കും. തൊഴിൽ വകുപ്പിൻ്റെ കീഴിൽ 16 ക്ഷേമനിധി ബോർഡുകളാണ് ഉള്ളത്. ക്ഷേമനിധി ബോർഡുകളുടെ ഭരണച്ചെലവ് കുറയ്ക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ 16 ബോർഡുകളെയും 11 ബോർഡുകളാക്കി കുറയ്ക്കുന്നതിന് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. ഈ തീരുമാനം BD ബോർഡ്, കൈത്തറി മേഖലയിൽ ബോർഡുകൾ ലയിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സാർ, ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൻ്റെ ഈറ്റ, കാട്ടുപള്ളി, തഴ തൊഴിലാളി ബോർഡും ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡും ലയിപ്പിക്കുകയും കള്ളവ്യവസായ തൊഴിലാളി ക്ഷേമനിധി
ബോർഡ് അബ്കാരി ബോർഡിൽ ലയിപ്പിക്കുകയും കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ഷേമനിധി ബോർഡിൽ ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ ലയിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ സർക്കാർ ആലോചിച്ചിട്ടുള്ള കാര്യങ്ങൾ. ശ്രീ KP മജീദ്. സർ, അങ്ങയുടെ ഉത്തരത്തിൽ ക്ഷേമനിധിയുടെ ബോർഡിൻ്റെ പണം ഗവൺമെൻറ്റിലേക്ക് വായ്പ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വായ്പ കൊടുക്കുമ്പോൾ അതിന് തിരിച്ചടവ് സംബന്ധിച്ച് വല്ല തീരുമാനിച്ചിട്ടുണ്ടോ? അത് വല്ല ഇൻട്രസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ടോ? നിബന്ധന എന്തടിസ്ഥാനം തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ നിബന്ധനകളാണ് അതിൻ്റെ കൂടെ തീരുമാനിച്ചിട്ടുള്ളതെന്ന് പറയാമോ? സർ, ഗവൺമെൻറ്റിന് കൊടുത്തതായിട്ട് ഞാൻ ഈ സഭയിൽ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ സഹായിക്കുന്നതിന് വേണ്ടി, നിർമ്മാണ തൊഴിലാളി സഹായിക്കുന്നതിന് വേണ്ടി മോട്ടോർ തൊഴിലാളി യൂണിയനിൽ നിന്നും ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 150 റുപ്യയും 150 കോടിയും 100 കോടിയും കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്തിട്ടില്ല. അങ്ങനെ തന്നെ പറഞ്ഞത്. യെസ്, ശ്രീ എൽദോസ് പി കുന്നപ്പള്ളി. സാർ, ഇവിടെ ഈ തൊഴിൽ വകുപ്പ് അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി ഭവനം കൊടുക്കുന്നതിന് വേണ്ടി ഫ്ലാറ്റ് നിർമ്മിച്ച് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പെരുമ്പാവൂർ 5 വർഷമായി 92ഓളം ഫ്ലാറ്റ് വെങ്ങോല പഞ്ചായത്ത് നിർമ്മിച്ച് വെച്ചിരിക്കുക. ഇന്ന് വരെ അസംഘടിത തൊഴിലാളികൾക്ക് കൊടുത്തിട്ടില്ല. അത് ഉടനെ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ? യെസ് സർ, അങ്ങ് പറഞ്ഞത് ഞാൻ വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് പരിശോധിക്കാം, ആവശ്യമായ നടപടി സ്വീകരിക്കാം. ശ്രീ DK മുരളി. സർ, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ പ്രധാനപ്പെട്ട വരുമാനമാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ബിൽഡിംഗ് സെസ്. അതിലിന്ന് ഒട്ടേറെ ന്യൂനതകളുണ്ട്. LSGD ഏൽപ്പിച്ചെങ്കിലും കാര്യമായ വരുമാന വർധനവിലേക്ക് പോകുന്നില്ല. ഈ ന്യൂനതകൾ പരിഹരിച്ച് സെസ് പിരിവ് ഫലപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ബിൽഡിംഗ് സെസ് പിരിവിലുണ്ടായിരുന്ന ന്യൂനത പരിഹരിക്കുവാൻ സർക്കാർ ധാരാളം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സെസ് പിരിവ് ഊർജിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടിശ്ശിക ഉൾപ്പെടെയുള്ള ബിൽഡിംഗ് സെസ് പിരിച്ചെടുക്കുന്നതിന് തൊഴിൽ വകുപ്പ് മുഖേന സെസ് അദാലത്തുകൾ സംഘടിപ്പിച്ചു വരികയാണ്. സർ, 2021 നവംബർ മാസത്തിലാണ് സെസ് അദാലത്ത് ആരംഭിച്ചത്. ഇതിപ്പോഴും തുടരുകയാണ്. 2021-22 കാലയളവിൽ 285 കോടി 11 ലക്ഷം രൂപ അദാലത്തിലൂടെ ലഭിച്ചു. 2022-23 ഇത് 378 കോടി 18 ലക്ഷമായി മാറി. 2023-24 385 കോടി 53 ലക്ഷം രൂപയും ലഭിച്ചു. സാർ, അദാലത്ത് മുഖേന 5 തുല്യ ഗഡുക്കളായി സെസ് അടയ്ക്കുവാനുള്ള സൗകര്യവും കെട്ടിട ഉടമകൾക്കുണ്ട്. കൂടാതെ പലിശയും പുനഃപലിശയും ഒഴിവാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ച് വരികയാണ്. സർ, ഇപ്പോൾ പുറത്ത് ചൂട് 37 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു. സർ, ഈ തൊഴിലാളികൾക്ക് ഈ കാലാവസ്ഥ മൂലം ഉണ്ടാകുന്നതായ ഗുരുതരമായ പ്രശ്നങ്ങൾ അത് പഠിക്കുകയും ചർച്ച ചെയ്യും അതിനനുസരിച്ചതായിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഭാഗമായി തന്നെ തോട്ടം തൊഴിലാളികൾക്ക് കഠിന ചൂട് വരുമ്പോൾ അവർക്ക് അതിൻ്റെ സമയം പുനഃക്രമീകരിച്ചു കൊടുക്കാറുണ്ട്. ഈ വർഷം അതിൻ്റെ പുനഃക്രമീകരണം നടത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ബീവറേജസ് കോർപ്പറേഷൻ തോട്ടം തൊഴിലാളികളുടെ ഭവനത്തിന് വേണ്ടിയുള്ള ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ തറക്കല്ലിട്ടു എന്റെ നിയോജകമണ്ഡലത്തിൽ. ഒരു നടപടിയും സ്വീകരിച്ചില്ല. അതിന്റെ കാര്യത്തിൽ അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളത്. 4 ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ശരിയാണ്? അല്ല, അങ്ങ് ആദ്യം ചോദിച്ച ചോദ്യം എന്താ? ചൂട് കൂടുന്നു, അതുകൊണ്ട് തൊഴിലാളികൾക്ക് കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ ഒരു ഓർഡർ ഇറക്കുന്നതിന് വേണ്ടി സമയം ക്രമീകരിച്ചുകൊണ്ട് ഓർഡർ ഇറക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു കാര്യം. തോട്ടം തൊഴിലാളി 2 തോട്ടം തൊഴിലാളികളുടെ അതിന്റെ പണി എന്തായി എന്നുള്ളത് അങ്ങ് അവിടുത്തെ MLA പറയല്ലേ, നമുക്ക് എന്താണെന്ന് പരിശോധിച്ച് നോക്കാം. യെസ്, അത് മതി. യെസ്, ചോദ്യം നമ്പർ 93 ശ്രീ PP ചിത്തരഞ്ജൻ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. യെസ്, 93 2024 ഡിസംബർ 16 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഈ ഭേദഗതി പ്രകാരം പ്രധാനമായ മാറ്റം വരുത്തിയത് 5ാം ക്ലാസ് 8ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പരീക്ഷാ രീതിയിലും ക്ലാസ് കയറ്റം സംബന്ധിച്ചുമാണ്. സർ, നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസ നിയമം 2024 റൈറ്റ് ഓഫ് ചിൽഡ്രൻസ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അമെൻമെൻറ്റ് റൂൾസ് 2024 എന്ന പേരിലുള്ള ഈ ഭേദഗതി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്.
ഈ നിയമം നിലവിൽ വന്നതിലൂടെ ഉണ്ടായ പ്രധാന മാറ്റങ്ങൾ ചുവടെ ചേർക്കുന്നു. 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും വാർഷിക പരീക്ഷ നിർബന്ധം. പ്രമോഷൻ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷയിൽ വീണ്ടും പരാജയം സംഭവിച്ചാൽ വീണ്ടും അതേ ക്ലാസ്സിൽ കുട്ടി പഠിക്കണം. കേരളം ഇതുവരെ കൈക്കൊണ്ട പൊതു നിലപാടിനോട് യോജിച്ചു പോകുന്നതല്ല ഈ വിജ്ഞാപനം. സർ, മുഴുവൻ കുട്ടികളും അതാത് ക്ലാസ്സിൽ തന്നെ നേടി എന്ന് ഉറപ്പാക്കി അടുത്ത ക്ലാസ്സിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നാണ് നമ്മുടെ നിലപാട്. സർ, കുട്ടികളെ അരിച്ചുകളയുക എന്ന നിലപാട് നമുക്കില്ല. എല്ലാ കുട്ടികളെയും നേടേണ്ട ശേഷി നേടാൻ വേണ്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും അടുത്ത ക്ലാസ്സിലേക്ക് എത്താനും സഹായകരമായ നിലയിൽ പരീക്ഷ അടക്കമുള്ള വിലയിരുത്തൽ രീതികൾ സർക്കാർ കൈക്കൊള്ളുന്നതാണ്. സർ, വിദ്യാഭ്യാസ കാര്യത്തിൽ ഏകപക്ഷീയമായ ദേശീയ ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനം അടിച്ചേൽപ്പിക്കുന്നതിനോട് കേരളം വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിലയിരുത്തൽ പോലുള്ള കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. സർ, ബി ടേബിൾ ചെയ്താൽ മതി മിനിസ്റ്റർ, ടേബിൾ ചെയ്താൽ മതി. മതി സർ. യെസ്, താങ്ക് യു. ശ്രീ PP ചിത്തരഞ്ജൻ. സർ, ഈ കുംഭമേളകളുടെ ഒരു കാലമാണല്ലോ ഇത്. ഈ കുംഭമേളയിൽ വൈറലായ ഒരു പെൺകുട്ടി ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൂടെയും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെയും വന്നു. മൊണാലിസ എന്ന് പറയുന്ന ആ സുന്ദരിയായ പെൺകുട്ടി മാല വിൽക്കാൻ വന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയോട് ചോദ്യത്തിലേക്ക് വാ. അവിടെ വന്ന് ഞാൻ പറയാൻ പോകണം സാർ. അവിടെ വന്ന ആൾക്കാർ ചോദിച്ചു നീ ഏത് സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നു എന്ന്. ഞാൻ അവിടാണ് സാർ ഉദ്ദേശിച്ചത്. അപ്പോൾ കുഞ്ഞ് അമ്പരന്ന് പോയി. അവൾ പറഞ്ഞു ഞാനൊരു സ്കൂളിലും പോയിട്ടില്ല. സർ, ഇതാണ് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളുടെയും അവസ്ഥ. അവിടെയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് വലിയ അഭിമാനം തോന്നുന്നത്. നമുക്ക് പൊതുവിദ്യാലയ മേഖലയിലെല്ലാം എടുക്കാൻ കഴിഞ്ഞ സംരക്ഷണത്തെ സംബന്ധിച്ച് നമുക്ക് അഭിമാനം തോന്നുന്നു. സാർ, എൻ്റെ ചോദ്യം 2009 ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് 2024 ഡിസംബറിൽ യൂണിയൻ സർക്കാർ ഇറക്കിയ വിജ്ഞാപനത്തെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് സമീപിക്കുന്നത്? സർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. 2009 ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ പൊതുസത്തയുമായി യോജിച്ചു പോകുന്നതാണ് ഈ ഭേദഗതി. ഈ ഭേദഗതി പ്രകാരം 3, 5, 8 ക്ലാസ്സുകളുടെ അവസാനം പൊതുപരീക്ഷ നടത്തി ക്ലാസ് കയറ്റ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുട്ടികൾക്ക് 2 മാസത്തെ അവസരം നൽകി വീണ്ടും പരീക്ഷ നടത്തുകയും അതിലും വിജയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പഠിച്ച ക്ലാസ്സിൽ തന്നെ തുടരാൻ നിർബന്ധമാവുകയും ചെയ്യുന്നതാണ് ഈ വിജ്ഞാപനം. സാർ, എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളുകയും ഉൾച്ചേർക്കുകയും ചെയ്തുകൊണ്ട് ആവശ്യമായ സന്ദർഭത്തിൽ പഠന പിന്തുണ നൽകി അടുത്ത തലത്തിലേക്ക് ഉയർത്തിയെടുക്കുക എന്നതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട്. കുട്ടികളെ അരിച്ചു കളയുക എന്നത് കേരളത്തിൻ്റെ നിലപാട് അല്ല. ഒരു കുട്ടിയെ പോലും പരാജയപ്പെടുത്താൻ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. സാർ, ദേശീയ തലത്തിൽ 1ാം ക്ലാസ്സിലെത്തുന്ന കുട്ടികളിൽ പഠന തുടർച്ച ഉറപ്പാക്കി എത്ര ശതമാനം കുട്ടികൾ 10ാം ക്ലാസ്സിൽ എത്തിച്ചേരുന്നുണ്ട്? കർണാടക, തെലങ്കാന, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പഠന തുടർച്ചാ നിരക്ക് കേരളവുമായി താരതമ്യം ചെയ്തിട്ടുണ്ടോ? മിനിസ്റ്റർ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ. സർ, ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 100 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ 63.8% പേരാണ് 10ാം ക്ലാസ്സിൽ എത്തുന്നത്. 36.64% കുട്ടികൾക്ക് പഠന തുടർച്ച ഉറപ്പാക്കാൻ കഴിയുന്നില്ല. സർ, ഇങ്ങനെ പഠന തുടർച്ച ഉറപ്പാക്കാത്ത കുട്ടികളുടെ എണ്ണം 8 കോടിയിലധികം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സർ, കേരളത്തിൽ 100 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ 98.6% കുട്ടികൾ 10ാം ക്ലാസ്സിൽ എത്തുകയാണ്. സർ, എന്നാൽ കർണാടകത്തിൽ 88.3%, തെലങ്കാനയിൽ 78.4%, ഗുജറാത്തിൽ 72.3%, ഉത്തർപ്രദേശിൽ 51.6%. സർ, ബീഹാറിൽ 56.7% കുട്ടികൾ മാത്രമേ 10ാം ക്ലാസ്സിൽ എത്തുന്നുള്ളൂ. കുട്ടികളുടെ പഠന തുടർച്ചയുടെ കാര്യത്തിൽ ഇനിയും വളരെയേറെ മുന്നോട്ട് പോകാൻ ഈ സംസ്ഥാനങ്ങൾക്ക് കഴിയണമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ 2023-24 യുഡൈസ് ഡാറ്റ വ്യക്തമാക്കുന്നത്. ശ്രീ AC മൊയ്തീൻ. സർ, നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലെ ഗുണനിലവാരം ഉള്ളടക്കം മെച്ചപ്പെടണം എന്നുള്ളത് എല്ലാവരും കാണുന്നൊരു കാര്യമാണ്. ഗുണമേന്മ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ കേരളം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്താണ് എന്ന് വിശദമാക്കാം.
യെസ് മിനിസ്റ്റർ. അറിവിനും കഴിവിനും ക്ഷമതയ്ക്കും ഏറെ പ്രാധാന്യമുള്ള ലോകക്രമത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ ലോകക്രമത്തിൽ ജീവിക്കുവാൻ അനുഗുണമായ അറിവും കഴിവും നൈപുണ്യവും നേടിയെടുക്കുക എന്നതാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മതനിരപേക്ഷത, ജനാധിപത്യം, തുല്യത അടക്കമുള്ള ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മൂല്യങ്ങളും കുട്ടികൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. സമൂഹ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാനുള്ള കഴിവ് കുട്ടികൾ ആർജിക്കണം. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഗുണമേന്മ വിദ്യാഭ്യാസം എന്നത് സർക്കാരിൻ്റെ നിലപാട്. വളരെ വിപുലമായി ചർച്ചകൾ നടത്തി വികസിപ്പിച്ച കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 ഇക്കാര്യം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അറിവിൻ്റെ സ്വാംശീകരണത്തിനും ആർജിച്ച അറിവിനെ പ്രയോഗിക്കുവാനുള്ള ശേഷിയും കുട്ടികളിൽ വികസിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പഠന പ്രക്രിയയിലൂടെ കുട്ടികൾ നിർമ്മിച്ച അറിവ് വിനിമയം ചെയ്യാനുള്ള കഴിവ് വികസിപ്പിക്കണം. മുൻകാലത്ത് അവലംബിച്ച പഠനരീതിയിൽ നിന്ന് നവീനമായ പഠനരീതികൾ മാറിക്കൊണ്ടേ ഇന്നത്തെ ലോകം മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളികൾ നമുക്ക് കുട്ടികൾക്ക് ഏറ്റെടുക്കുവാൻ കഴിയും. ശ്രീമതി കാനത്തിൽ ജമീല ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ വി കെ പ്രശാന്ത്. പുതിയ തലമുറയിലെ കുട്ടികൾ സാങ്കേതികപരമായിട്ട് വലിയ മുന്നേറ്റം നേടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അച്ഛനമ്മമാർ പോലും പറയുന്നത് തങ്ങളുടെ മക്കൾ തങ്ങളെക്കാൾ കമ്പ്യൂട്ടറും മറ്റ് സങ്കേതങ്ങളൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സർ, ഈ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ആധുനികവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായി അധ്യാപകരെ സജ്ജമാക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ? അതിൻ്റെ വിശദാംശങ്ങൾ അങ്ങ് ഇവിടെ സൂചിപ്പിക്കാം. യെസ് മിനിസ്റ്റർ. എല്ലാ കുട്ടികളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമുക്ക് വേണ്ടത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തിനനുസരിച്ച് പഠന രീതിയിലും പഠന പ്രക്രിയയിലും നടത്തിപ്പിലും പരിവർത്തനങ്ങൾ വേണ്ടിവരും. ഇതിനായി അധ്യാപകരെ സജ്ജമാക്കുന്നതിന് വേണ്ടി നിരന്തരമായ അധ്യാപക പ്രൊഫഷണൽ വികാസ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി മേഖലയിൽ 10 ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലനം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത്തരം പരിശീലനങ്ങൾ ഘട്ടം ഘട്ടമായി മുഴുവൻ അധ്യാപകർക്കും നൽകണമെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. ശ്രീ ഡോക്ടർ സുജിത് വിജയൻ പിള്ള. സർ, ഗുണമേന്മ വിദ്യാഭ്യാസത്തിൽ ഈ രക്ഷകർത്താക്കളുടെ പങ്കാളിത്തം അതെങ്ങനെയാകണമെന്നാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ അധ്യാപകർക്ക് കൊടുക്കുന്ന പോലെ തുടർ വിദ്യാഭ്യാസ പരിപാടികൾ രക്ഷകർത്താക്കൾക്കും ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാമോ? അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വിജ്ഞാപനം വന്നാലും അത് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ പൊതുവെ വരാറില്ല. ഗ്രാമീണ മേഖലയിൽ നിരക്ഷരായിട്ടുള്ള നിരവധി രക്ഷിതാക്കൾ ഇന്ത്യയിലുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ പൊതു അവസ്ഥ അതല്ല. കേരളത്തിലെ ഏതാണ്ട് എല്ലാ രക്ഷിതാക്കളും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാകുന്നവരാണ്. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സമൂഹമാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ട് തന്നെ ഗുണമേന്മ വിദ്യാഭ്യാസത്തിലും രക്ഷിതാക്കൾക്ക് നിർണായകമായ പങ്ക് വഹിക്കുവാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികൾക്ക് പഠിക്കുവാനും വളരുവാനുമുള്ള ഒരു അന്തരീക്ഷം വീടുകളിൽ ഒരുക്കുക എന്നുള്ളതാണ്. പല രക്ഷിതാക്കളും പഠനകാര്യങ്ങളിൽ കുട്ടികളെ അമിതമായി സമ്മർദ്ദത്തിന് വിധേയമാക്കുന്നുണ്ട്. ഇത്തരം അമിത സമ്മർദ്ദങ്ങൾ കുട്ടികളെ മാനസികമായി പിരിമുറുക്കത്തിലേക്കും മറ്റും നയിച്ചേക്കും. അതുപോലെ കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്യുന്ന സ്ഥിതിയുമുണ്ട്. ഒരു കുട്ടിയും മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നതാണ് വസ്തുത. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്. കുട്ടികളുടെ സവിശേഷത മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുമായി സൗഹാർദ്ദപരമായ ബന്ധം സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ സ്കൂൾ കാര്യങ്ങളിൽ ആവശ്യമായ സന്ദർഭങ്ങളിൽ പങ്കാളിയാകുവാനും രക്ഷിതാക്കൾ തയ്യാറാവണം. അതേസമയം സ്കൂളിൻ്റെ അക്കാദമി അന്തരീക്ഷത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകാതെയും നോക്കണം. സ്കൂളും വീടും തമ്മിലുള്ള പോസിറ്റീവായിട്ടുള്ള ബന്ധം കുട്ടികളുടെ പഠനത്തെ മെച്ചപ്പെടുത്താനേ സഹായിക്കുകയുള്ളൂ. ഇത്തരമൊരു മനോഭാവം ഗുണമേന്മ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി പ്രതീക്ഷിക്കുകയാണ്. ഇത്തവണ SCERT തയ്യാറാക്കിയ രക്ഷകർത്ത വിദ്യാഭ്യാസത്തിനുള്ള പുസ്തകത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രീ വിഷ്ണുനാഥ്. സ്കൂളുകളിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന പോക്സോ കേസുകൾ, അതിൽ സ്വാഭാവികമായ കേസുകൾ ഉണ്ടാകുന്നതായി ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പോക്സോ കേസുകൾ 77ആണ്. അതിൽ നടപടികൾ തുറന്നു വരുന്നത് 62 എണ്ണമാണ്. തീർപ്പാക്കിയ കേസുകളിൽ 15 എണ്ണം ഉണ്ട്. സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പോക്സോ കേസുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും സംരക്ഷിക്കുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. അച്ചടക്ക നടപടി സ്വീകരിച്ച് വരുന്ന പോക്സോ കേസുകളിൽ
ഒരു വർഷത്തിലേറെ ആയിട്ടും അച്ചടക്ക നടപടിയും തുടർ നടപടി എടുക്കാത്ത കേസുകളിൽ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് സർക്കാർ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്രകാരം നടപടി സ്വീകരിക്കാത്ത പോക്സോ കേസുകളിൽ നിയമനാധികാരി മേലധികാരി എന്ന നിലയിൽ അച്ചടക്ക നടപടി എടുക്കാത്ത കേസുകളിൽ പുതിയതായി അച്ചടക്ക നടപടി തുടങ്ങുന്നതിനും തുടർന്നു വരുന്ന അച്ചടക്ക നടപടിയിൽ സ്വീകരിക്കുവാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് ഉത്തരവായിട്ടുണ്ട്. സർ, പോക്സോ കേസുകളിൽ കുറ്റാരോപിതർക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ കർശനമാക്കുന്നതിനും ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാരിൽ നിന്ന് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പീഡനത്തിനിരയായ കുട്ടികളുടെ വിശദാംശങ്ങൾ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നിങ്ങനെ തരംതിരിച്ച് ലിസ്റ്റ് തയ്യാറാക്കി കുറ്റാരോപിതർക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളുന്നതാണ്. സർവീസിൽ നിന്ന് പെൻഷൻ പറ്റി പിരിഞ്ഞവർക്കെതിരെയും നിയമം അനുശാസിക്കുന്ന ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്നതാണ്. കുറ്റാരോപിതർ തെളിവിൻ്റെ അഭാവത്തിൽ കേസിൽ നിന്ന് ഒഴിവാക്കുന്നവരുടെ കാര്യത്തിൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ പുതുതായി അച്ചടക്ക നടപടികൾ ആരംഭിക്കേണ്ടതാണ്. കുറ്റപത്രം നൽകി മറുപടി നൽകാത്തവർക്ക് 2 ആഴ്ചയ്ക്ക് വിശദീകരണമോ മെമ്മോ കൊടുത്ത് KCS ആൻഡ് CCA സെക്ഷൻ 15 പ്രകാരം നടപടികൾ കൈക്കൊള്ളുന്നതാണ്. വിശദീകരണ മെമ്മോ നൽകിയവരുടെ കാര്യത്തിൽ KCS CCA സെക്ഷൻ 8 പറഞ്ഞിരിക്കുന്ന മേജർ ശിക്ഷാ നടപടി ഉടൻ കൈക്കൊള്ളുന്നതാണ്. സർ, ഇത്തരം ഈ ആൾക്കാർക്ക് എതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ്. ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല. ചോദ്യം നമ്പർ 94, ശ്രീ ആന്റണി ജോൺ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. താങ്ക് യു. ശ്രീ ആന്റണി ജോൺ. സർ, ലോകത്ത് നിർബന്ധമായും കണ്ടിരിക്കേണ്ട അപൂർവ സ്ഥലങ്ങളിലൊന്നാണ് കേരളം എന്നുള്ളത് അന്താരാഷ്ട്ര ഏജൻസികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർ. ഇപ്പോൾ കേരളം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ലോകോത്തര നിലവാരമുള്ള സന്ദർശന അനുഭവം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി വിനോദസഞ്ചാര വകുപ്പ് വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പുതിയ ബഡ്ജറ്റിൽ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾക്ക് സംരക്ഷണവും ഉടമസ്ഥർക്ക് വരുമാനവും അതോടൊപ്പം തന്നെ പ്രാദേശികമായ തൊഴിലും സംഭാവന ചെയ്യാൻ കഴിയുന്ന കെ ഹോംസ് പദ്ധതി അടക്കം ഇപ്പോൾ കൊണ്ടുവരികയാണ്. സാറിന് എൻ്റെ ചോദ്യം എന്നുള്ളത്, നമ്മുടെ കേരളത്തിലെ ഈ സുസ്ഥിര ടൂറിസം വികസനത്തിന് ഡിസൈൻ പോളിസി വഴി എന്തെല്ലാം പ്രയോജനങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? മിനിസ്റ്റർ. സർ, ഡിസൈൻ പോളിസി ദീർഘകാലമായി ടൂറിസം മേഖലയിൽ നടപ്പിലാക്കണമെന്നുള്ള അഭിപ്രായം പൊതുവെ ഉയർന്നു വന്നിരുന്നു. ഡിസൈൻ പോളിസി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ 2023 നമ്മുടെ രാജ്യത്തും ലോകത്തും കിട്ടാവുന്നവരെ മികച്ച ആർക്കിടെക്റ്റുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടൊരു ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ വന്നിട്ടുള്ള കരട് മറ്റ് വകുപ്പുകളുമായൊക്കെ ചർച്ച ചെയ്ത് മന്ത്രിസഭ അംഗീകാരം കൊടുത്തപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ അത് പുതുമ നിറഞ്ഞ ഒരു നീക്കമായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ടൂറിസം പൊതുമരാമത്ത് വകുപ്പിൽ ഒരു ഡിസൈൻ പോളിസി വന്നിട്ടുള്ളത് കേരളത്തിലാണ് എന്ന് സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ സുസ്ഥിരവും സമഗ്രവുമായ ടൂറിസം വികസനം ലക്ഷ്യമിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. നിർമ്മാണ പ്രവർത്തികളിൽ ഉൾപ്പെടെ പരിസ്ഥിതി സൗഹൃദമായ പദ്ധതികൾ കൊണ്ടുവരാൻ ഡിസൈൻ പോളിസി വഴി സാധിക്കുന്നുണ്ട്. അത് പൊതു ഇടങ്ങളെ ആകർഷകമാക്കുകയും അത്തരം കേന്ദ്രങ്ങളിൽ നല്ല നിലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കുന്ന ഒരു നിലപാടാണ് പൊതുവെ സ്വീകരിക്കുന്നത് സാർ. ഇന്നത്തെ ലോക ട്രെൻഡിൽ തന്നെ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഡെസ്റ്റിനേഷൻ ഡ്യൂപ്പാണ്. പല ഡ്യൂപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ ഡ്യൂപ്പ് തിരക്കേറിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ പോകാൻ താല്പര്യപ്പെടുന്നില്ല, ഒഴിഞ്ഞ ഇടങ്ങളിൽ പോകാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കേരളത്തിലെ അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനുകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതി LSGD അതുപോലെ മറ്റ് സംവിധാനങ്ങൾ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ 40 കേന്ദ്രങ്ങൾ അങ്ങനെ വന്നു. അവിടെയും ഡിസൈൻ പോളിസി നടപ്പിലാക്കാൻ പൊതുവെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് പൊതുവെ നമുക്ക് നമ്മുടെ ടൂറിസം മേഖലയിൽ ഗുണകരമായ മാറ്റത്തിന് കാരണമായി മാറും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, സുസ്ഥിര ടൂറിസം വികസനത്തിന് ഗ്രാമീണ ടൂറിസം പദ്ധതികൾ എത്രത്തോളം സഹായകരമായി മാറുന്നുണ്ട് സാർ? സർ, ഗ്രാമീണ ടൂറിസത്തിൻ്റെ സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ഡ്യൂപ്പ് കൂടി വെച്ചുകൊണ്ട് പരിശോധിക്കേണ്ട കാര്യമാണ്. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പകാലം മുതൽ നമ്മൾ കണ്ട് താല്പര്യപ്പെട്ട പല കേന്ദ്രങ്ങളും എന്തുകൊണ്ട് വികസിക്കുന്നില്ല എന്നുള്ള ഒരു പൊതു ആശങ്ക പൊതുവെ ഉണ്ടാകാറുണ്ട്. അത്ര സാധ്യതകളുള്ള സ്ഥലങ്ങളാണ്, പക്ഷേ കൂടുതൽ സഞ്ചാരികൾ വരുന്നില്ല. ഗ്രാമങ്ങളിൽ അത് ഒരുപാടുണ്ട് സാർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ആ ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ചാലഞ്ചും അതുപോലെ തന്നെ വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് പാക്കേജുകൾ, നേറ്റീവ് എക്സ്പീരിയൻസ് പാക്കേജുകൾ, കൾച്ചറൽ എക്സ്പീരിയൻസ് പാക്കേജുകൾ, കാർബൺ ന്യൂട്രൽ പാക്കേജുകൾ, ഫാം വിസിറ്റ് പാക്കേജുകൾ, സ്റ്റോറി ടെല്ലിംഗ് പാക്കേജുകൾ, ഫെസ്റ്റിവൽ ടൂറിസം പാക്കേജുകൾ, അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. സ്ട്രീറ്റ് പദ്ധതിയിൽ വിവിധ സ്ട്രീറ്റുകൾ സജ്ജമാക്കുകയാണ്. വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ഇതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഇടങ്ങളിൽ നിലച്ചു പോകുകയോ മലിനമാക്കപ്പെടുകയോ ചെയ്ത ജലാശയങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി ടൂറിസത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുകയാണ്. അത് മറ്റ് വകുപ്പുകളുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ പൊതുവെ ഇപ്പോൾ ലോകയാത്രികർക്കിടയിലുള്ള മറ്റൊരു പ്രധാന ട്രെൻഡ് പ്രിഫർ ചെയ്യുന്നത് നൗ ദി ട്രെൻഡ് ഈസ് ഫോർ ബക്കറ്റ് ലിസ്റ്റ് എക്സ്പീരിയൻസസ് മോർ ദാൻ ബക്കറ്റ് ലിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്. അനുഭവേദ്യ ടൂറിസത്തിൻ്റെ ഒരു പുതിയ ലോകം യാത്രികർ കണ്ടെത്തുകയാണ്. അതിലൂടെ അവർ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെ സാംസ്കാരിക തുടിപ്പുകൾ അവർ തൊട്ടറിയുന്നു. ഉത്സവങ്ങൾ, രുചികൾ, ജീവിത രീതികൾ, തൊഴിലിടങ്ങൾ തുടങ്ങി മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒന്നായി യാത്ര മാറിയിരിക്കുകയാണ് സാർ. ഈ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സഞ്ചാരികളെ ഗ്രാമങ്ങളിലേക്ക് വരവേൽക്കാൻ കേരളം അനുദിനം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കേരളത്തിൻ്റെ ഗ്രാമത്തിൻ്റെ തനിമയും പ്രകൃതി രമണീയമായ ഇടങ്ങളെയും പൊതുവെ ലോകയാത്രികർക്കിടയിൽ പരിചയപ്പെടുത്താൻ ഈ പുതിയ ട്രെൻഡിനെ കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് ടൂറിസം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ. ശ്രീ കെ യു ജനീഷ് കുമാർ. സർ, പുതിയ ധാരാളം ആശയങ്ങളാണ് ടൂറിസം വകുപ്പ് ഇപ്പോൾ മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ടൂറിസം രംഗത്ത് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാശയമാണ് ടൂറിസം ക്ലബ്ബുകൾ. അപ്പോൾ ആ ടൂറിസം ക്ലബ്ബുകൾ എന്നതുകൊണ്ട് വകുപ്പ് എന്താണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായി എന്ന് വിശദീകരിക്കാൻ കഴിയും? സർ, ടൂറിസം ക്ലബ്ബ് 1-2 രാജ്യങ്ങൾ ഒരു വലിയ ട്രെൻഡായി മാറിയ കാര്യമാണ് സർ. ഇവിടെ കേരളത്തിൽ യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, സ്ത്രീകൾ എല്ലാവരെയും വെച്ചുകൊണ്ട് ക്ലബ്ബുകൾ രൂപീകരിക്കുകയാണ് സർ. ഇപ്പോൾ ഉദാഹരണത്തിന് വിദ്യാർത്ഥികളുടെ ക്ലബ്ബ്. കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ടൂറിസം ക്ലബ്ബുകൾ രൂപീകരിക്കുകയാണ് സർ. എക്സ് എന്ന് പറയുന്ന ഒരു കലാലയം തൊട്ടടുത്തുള്ള വൈ എന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തെ ആകെ അഡോപ്റ്റ് ചെയ്യുന്നൊരു സ്ഥിതിയാണ്. ആ കേന്ദ്രത്തിൻ്റെ മെയിൻ്റനൻസ്, ആ കേന്ദ്രത്തിൻ്റെ മാർക്കറ്റിംഗ്, ആ കേന്ദ്രത്തെ ആകെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർമാരായി ആ കലാലയത്തിലെ ടൂറിസം ക്ലബ്ബുകൾ മാറുകയാണ്. ഇതുപോലെ തന്നെ യുവജനങ്ങൾ, ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള യുവജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് ടൂറിസം ക്ലബ്ബുകൾ രൂപീകരിക്കുകയാണ്. അപ്പോൾ അനുഭവം വെച്ച് അങ്ങനെ രൂപീകരിച്ച ചില യുവജന ടൂറിസം ക്ലബ്ബുകൾ വളരെ മാതൃകാപരമായി ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ചില ഫെസ്റ്റുകളിലെ ആദ്യാവസാനമുള്ള പ്രവർത്തനം നടത്തുന്നു. ആ ഫെസ്റ്റുകൾക്ക് ശേഷം ഉണ്ടാകുന്ന മറ്റ് പ്രകൃതിക്ക് പ്രയാസം തട്ടുന്ന പല വിഷയങ്ങളും, മാലിന്യ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കാൻ അവരിടപെടുന്നു. ആ നിലയിൽ ക്ലബ്ബുകൾ മാറുന്ന സ്ഥിതിയാണ്. തൊഴിലാളികൾ, കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരാക്കി മാറ്റാൻ ഈ ക്ലബ്ബുകളുടെ ഭാഗമാക്കുകയാണ് സർ. ഇപ്പോൾ ചില ജില്ലകളിൽ വരുന്ന സഞ്ചാരികളെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കേരളത്തിലെ ഓട്ടോറിക്ഷകളെ സജ്ജമാക്കി ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വരികയാണ് സർ. ഇങ്ങനെ പുതിയ തലമുറയെ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരാക്കുന്നു. കേരളത്തിന് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലെ മലയാളികളെ അണിനിരത്തിക്കൊണ്ട് അതാത് രാജ്യങ്ങളിൽ ടൂറിസം ക്ലബ്ബുകൾ രൂപീകരിക്കുകയാണ്. അവർ ആ രാജ്യങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി രമണീയമായ ഇടങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രചരണം നടത്തുന്നുണ്ട് സാർ. ഇങ്ങനെ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ കുതിപ്പിൻ്റെ കപ്പിത്താനായി ടൂറിസം ക്ലബ്ബ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശ്രീ ആർ പ്രദീപ്. സർ, രാജ്യത്തിൻ്റെ അകത്തും പുറത്തും സഞ്ചാരികൾക്ക് വലിയ പ്രതീക്ഷയാണെന്ന് കേരളത്തിനോട്. കാരണം ഒട്ടേറെ ദുരന്തങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മൾ നേരിട്ടപ്പോൾ അതെല്ലാം മറികടന്ന് അതിവേഗത്തിൽ ടൂറിസം രംഗത്ത് വലിയ തിളക്കമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വ്യത്യസ്തമായ രംഗങ്ങളിലും ടൂറിസം രംഗം കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചോദ്യം, ചേലക്കരയിൽ വിവിധ തരത്തിൽ കൃഷി നടക്കുന്നത്. ഇപ്പോൾ പാമ്പുകളുടെ രാജാവ് രാജവെമ്പാലി എന്ന് പറയുന്ന പോലെ വിവിധ നേന്ത്രക്കായകളുടെ ഒരു രാജാവ് ചെങ്ങാലിക്കോടൻ വാഴയാണ്, ചെങ്ങാലിക്കോടൻ നേന്ത്രക്കായാണ്. അപ്പോൾ ആ രംഗത്ത് നല്ല കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് ചേലക്കരയിലും അതുപോലെ തൊട്ടടുത്ത വടക്കാഞ്ചേരിയും. ഇവിടെ ചേലക്കരയിൽ നേന്ത്രക്കായ കൃഷി മാത്രമല്ല, മറ്റു പഴവർഗ്ഗങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട്, നെല്ല് ഉൾപ്പെടെ ധാരാളമുണ്ട്. എൻ്റെ ചോദ്യം, ഈ ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു പദ്ധതി നമുക്ക് രൂപം കൊടുക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ. സാർ, ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പരിശോധിക്കാം. പുരയിടത്തിലെ കൃഷി, ഫാം വിസിറ്റ് യൂണിറ്റുകൾ, ഫാം ആക്ടിവിറ്റി സെൻ്ററുകൾ, ഫാം സ്റ്റേകൾ, ഫാം ടൂറിസ്റ്റ് സെൻ്ററുകൾ, ഈ നിലയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി 5 വിഭാഗങ്ങളിലാക്കി നടപ്പിലാക്കി വരുന്നത്.
952 സംരംഭങ്ങൾക്ക് RT മിഷന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി. 452 യൂണിറ്റുകൾ മികച്ച നിലയിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇതിൽ 103 യൂണിറ്റുകൾ RT മിഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൻകിട ഫാം ടൂറിസം സെൻ്ററുകൾ ഉൾപ്പെടെ കേരളത്തിൽ മികച്ച നിലയിൽ കൊണ്ടുവരും. ഇവിടെ അദ്ദേഹം പറഞ്ഞ ചേലക്കര, സർ, ചേലക്കരയിലെ വലിയൊരു കൃഷി തടഞ്ഞ് പൊളിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം സഭയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ ചേലക്കരയിലെ സാധ്യതയെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് പൊതുവെ പരിശോധിക്കാമെന്നുള്ളത് സഭയെ അറിയിക്കുകയാണ്. ശ്രീ എ പ്രഭാകരൻ, പെട്ടെന്ന് സമയം. വിവിധങ്ങളായ പദ്ധതികളിലൂടെ ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അടുത്ത ആഴ്ച ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് മലമ്പുഴയിൽ എൻ്റെ മണ്ഡലത്തിൽ കാരവാൻ ടൂറിസത്തിൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. സാർ, എൻ്റെ ചോദ്യം ഈ പൈതൃക ടൂറിസം പദ്ധതികളുടെയും വിദ്യാഭ്യാസ ടൂറിസം പദ്ധതികളുടെയും സാധ്യത എങ്ങനെ കേരള ടൂറിസം വകുപ്പ് എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ്. സർ, വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഇതിൽ നമ്മുടെ സംസ്ഥാനം നല്ല നിലയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പൈതൃക ടൂറിസം പദ്ധതികളുടെ സാധ്യതകൾ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. മുസ്രിസ് ടൂറിസം പദ്ധതി നമ്മുടെ മുമ്പിലുണ്ട്. ഇതുപോലെ മറ്റു പല ജില്ലകളിലും ശ്രമം നടത്തുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ ഹെറിറ്റേജ് വാക്ക് പോലുള്ള പരിപാടികൾ നടപ്പിലാക്കുന്നു. അങ്ങയുടെ മണ്ഡലത്തിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നറിയാം. നമുക്ക് സാധ്യതകളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താമെന്നുള്ളത് ഇനിയും പരിശോധിച്ച് പോകാം. ശ്രീ യു ആർ പ്രദീപ്, ഈ ചങ്ങാലിക്കൂടെ വാഴക്കൂട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എല്ലാവർക്കും ഞങ്ങൾക്കെല്ലാം കൊടുത്താലല്ലേ ഇത് അറിയുള്ളൂ ഏറ്റവും വലിയ രാജാവാണെന്നുള്ളത്. യെസ്,